ഞാൻ പല 2-3 വീഡിയോ ഇതിനു മുമ്പേ ബീഹാർ ഇലക്ഷനെ പറ്റി ചെയ്തു. ഒരു കാര്യം പറയാം, ബീഹാർ ഇലക്ഷൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും BJPയുടെയും വിധി നിർണയിക്കുന്ന ഇലക്ഷനാണ് ബീഹാറിൽ നടക്കാൻ പോകുന്നത്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിലാണ് ഇവർ കയ്യും കാലും ഇട്ടടിക്കുന്നത്. 10,000 രൂപ വെച്ച് സ്ത്രീകൾക്ക് കൊടുക്കുന്നു, അത് കൊടുക്കുന്നു, പല വാഗ്ദാനങ്ങൾ പറയുന്നു. ഇതൊന്നും അവിടെ എറിക്കുന്നില്ല. BJPയുടെ ഏറ്റവും പ്രധാന ഇലക്ഷൻ ചാണക്യൻ അമിത്ഷാ കളത്തിൽ ഇറങ്ങിയിട്ട് ഒരു പുല്ലും നടക്കുന്നില്ല. അവിടെ ആളും പോരുമൊന്നുമില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും പങ്കെടുക്കുന്ന മീറ്റിങ്ങില് ഇത്രയും വലിയ പാക്കേജുകളും ഓരോ സ്ത്രീകൾക്കും 10,000 രൂപ വെച്ച് കൊടുത്തിട്ട് പോലും അവർക്ക് ആളിനെ കിട്ടുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. എന്താണ് അതിന്റെ കാര്യങ്ങൾ നോക്കാം. ഞാൻ പറഞ്ഞു, ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഇമ്പാക്റ്റ് ഉണ്ട്. അവർ മറ്റുള്ള സ്റ്റേജുകളിലൊക്കെ ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി പറയുമ്പോൾ ബീഹാറിൽ ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ വാക്ക് ബീഹാറിലില്ല. എന്താ എൻ്റെ കാര്യം? അതാ ഞാൻ പറഞ്ഞ ഡിജിറ്റൽ ഒരു ലോകമാണ്. നിങ്ങൾക്ക് കബളിപ്പിക്കാൻ പറ്റത്തില്ല. ഒരു പരിധി കഴിഞ്ഞ ആളുകൾ വിശ്വസിക്കില്ല. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ബീഹാറിൽ ഇപ്പോഴത്തെ ഒരു സ്ഥിതി നമുക്ക് ആലോചിക്കാം. ഞാൻ ഏകദേശം ഇത്രയും വർഷം കൊണ്ട് ഡൽഹി ജേർണലിസം ചെയ്യുന്ന ഒരാൾ. എനിക്ക് ഒത്തിരി വളരെയധികം ബീഹാറിൽ നിന്നുള്ള ഹിന്ദി ജേർണലിസ്റ്റുകളെ, പ്രത്യേകിച്ച് ഒരു ഇഷ്ടം പോലെ ഡൽഹിയിൽ ജോലി ചെയ്യുന്ന ബീഹാറിലുള്ള ജേർണലിസ്റ്റുകൾ, അതേപോലെ തന്നെ പാട്നയിലുള്ള പല ജേർണലിസ്റ്റുകളും, അവരെയൊക്കെ എനിക്ക് പേഴ്സണലി പരിചയമുള്ള പല ആൾക്കാരും എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. ഹിന്ദി ചാനലിലൊക്കെ ഞാൻ വർക്ക് ചെയ്യുമ്പോഴും ഇവരൊക്കെ ബേസിക്കലി ആ വലിയൊരു ശതമാനം ഹിന്ദി ജേർണലിസ്റ്റുകൾ, വലിയൊരു ശതമാനം അവരൊരു BJP ആണ്. ഇവർ വരുന്നതെല്ലാം ഒരുവിധ അപ്പർ കാസ്റ്റ് ചെയ്യുന്നു. അതേപോലെ OBC ആണ്. അത് ഈ പറയുന്ന ഏറ്റവും വലിയ എക്സ്ട്രീം ബാക്ക്വേർഡ് ക്ലാസ്സിൽ നിന്നുള്ള ജേർണലിസ്റ്റുകൾ ബീഹാറിൽ വളരെ പോപ്പുലർ എന്നുള്ള വളരെ അവരൊന്നും അങ്ങനെ വരാറൊന്നുമില്ല. അവരൊക്കെ ഇവിടെ ഡൽഹി സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് പഠിക്കാനൊക്കെ വരികയും ഈ പറയുന്ന ഇന്ത്യൻ മീഡിയയിൽ, പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് മീഡിയയിലൊന്നും ദളിത് ആൾക്കാർക്കൊന്നും ഈ ജേർണലിസ്റ്റായിട്ടൊന്നും ജോലി കൊടുക്കുന്നൊന്നുമില്ല. നിങ്ങൾക്കറിയാം, ഇന്ത്യയിൽ വലിയ കാസ്റ്റ് എന്ന് പറയുന്ന വലിയ ഘടകമാണ്. അതിനെ ബേസ് ചെയ്തായിരിക്കും. കാരണം അവിടെ ഹിന്ദി മീഡിയയുടെയൊക്കെ തലവനായിട്ടിരിക്കുന്നവരൊക്കെ അവരൊക്കെ കാസ്റ്റൊക്കെ വെച്ച് നോക്കിയിട്ട് ആൾക്കാർക്ക് ജോലി കൊടുക്കത്തുള്ളൂ. ഞാനൊക്കെ പലയിടത്തും ഞാനിത് പുല്ല മൈൻഡ് ചെയ്യുന്നത്. ഞാൻ മാക്സിമം ദളിറ്റ്സിനും ഈ പറയുന്ന മുസ്ലിംസിനെ ഒന്നും അടുപ്പിക്കത്തില്ല. ഞാൻ അവർക്കൊക്കെ ജോലി കൊടുക്കാൻ ശ്രമിക്കും. ഞാൻ ഇതെന്താ പല മീഡിയയിലും ഞാനത് ചെയ്യാറുണ്ട്. പക്ഷെ ഈ പറയുന്ന മറ്റുള്ള മീഡിയയിലൊക്കെ സ്ഥിതി പക്ക കാസ്റ്റ് ബേസ്ഡാണ്. ഇപ്പം ഞാനീ പറയുന്ന വരുന്ന വലിയൊരു കൂട്ടരെന്ന് പറയുന്ന എല്ലാം ഒരു BJP ആണ്. അതിനേക്കാളും നമ്മൾ പറയാൻ ഒരു RSS ആണ്. ഒരു ഹാർഡ് കോർ ഹിന്ദു, ഒരു സോഫ്റ്റ് ഹാർഡ് കോർ, ആ രീതിയിൽ. എന്നാലും ഒരു RSS ആണ്. ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് തന്നെ ഈ ആൾക്കാരുമായിട്ട് ഞാൻ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഇവരെല്ലാം വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഇപ്രാവശ്യം BJPയും JDU ഒന്നും വരുന്നില്ല. അത് വെച്ച് ഞാൻ ആദ്യമൊക്കെ വീഡിയോ ചെയ്തു. കാരണം ഇവർ ഈ പറയുന്നത് ബേസ് വെച്ചാണ് പറയുന്നത്. കാരണം ഇവർ തന്നെയാണ് BJP എത്രമാത്രം വലുതായിട്ട് അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. അവർ തന്നെ പറഞ്ഞ് വരത്തില്ലെന്ന്. ഈ പറയുന്ന മോദിക്കും നിതീഷ് കുമാറിന് ഈ പഴയ പോലുള്ള സംഭവമൊന്നുമില്ല. ഇത് എന്തൊക്കെ കിടന്ന് തിളച്ച BJP പഴയ പോലെ അവിടെ ജയിക്കത്തില്ല, പലയിടത്തും വലിയ രീതിയിൽ തോൽക്കും. അപ്പൊ ഞാനിപ്പോൾ നോക്കിക്കഴിഞ്ഞ് മനസ്സിലായത്, അപ്പോൾ വലിയൊരു വിഭാഗം അവിടെ കഴിഞ്ഞ പ്രാവശ്യം BJPയുടെ വോട്ട് സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്നവരെല്ലാം ഈ ജൻ സ്വരാജില് ഈ പ്രശാന്ത് കിഷോറിന്റെ കൂടെ പോയേക്കുന്നത്. ഇപ്പൊ അറിയാൻ പറ്റുന്നൊരു തമാശ എന്ന് പറയുന്നത്, BJPയുടെ വോട്ട് കട്ടറാണ് പ്രശാന്ത് കിഷോർ, സംശയമില്ല. അവിടെ ഭരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയായ JDU BJPയുടെ വോട്ട് കട്ട് ചെയ്യും. ഇപ്പോഴും ആൾക്കാർ പലരും പറഞ്ഞ് 8% വോട്ട് കട്ട് ചെയ്യുമെന്ന് പറയുന്നു. 8% എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അത് ആലോചിച്ചോണം. 8% BJP തന്നെ പറയാമാണ് 8% വോട്ട് കട്ട് ചെയ്യുക. അത് 8% BJPയുടെ വോട്ട് പോകുന്നത്.
അപ്പൊ അങ്ങനെ വരികയും ഈ പറയുന്ന വലിയ ഈ ഇപ്പോഴത്തെ രീതിയിൽ ഇത് പോവുകയും ചെയ്താല് ഞാനൊരു കാര്യം കൃത്യമായിട്ട് പറയാം, BJPയുടെ ചരിത്രത്തിലുണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ തോൽവിയായിരിക്കും ബീഹാറിലുണ്ടാവുന്നത്. അതാണ് BJPക്ക് ഞെട്ടിയിരിക്കുന്നത്. BJPയുടെ ചരിത്രപരമായ ഏറ്റവും തോൽവി BJP JDUവിനുണ്ടാകുകയും ജനതാദൾ യുണൈറ്റഡ് എന്ന് പറയുന്നത് കേന്ദ്ര മോദി സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റാണ്. ഇതിനകത്ത് പകുതിയും മുക്കാലും അതിൻ്റെ അകത്ത് MP എന്തോ ചെയ്യും? കാരണം ഇവരൊന്നും മോദി മന്ത്രിസഭയിലൊന്നും അംഗങ്ങളൊന്നും അല്ല. ഇവരെന്ത് ചെയ്യും? നേരെ ഈ ജൻസ്വരാജിലോട്ടങ്ങ് പോകും. കാരണം അവർ അവിടുത്തെ മേജർ പൊളിറ്റിക്കൽ ഒപ്പോസിഷൻ പാർട്ടിയായിട്ട് കയറി വരും. അതോടുകൂടി ബീഹാറിൽ BJPയുടെ വെടി അങ്ങ് തീരും. എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ച് ഞാൻ പറയുമ്പോൾ ഇതേ ഇൻപുട്ട് തന്നെയാണ് അവിടെയുള്ള BJPയുടെ ഇത്രയും പ്രാവശ്യം ഇലക്ഷനിലൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യും സ്ട്രാറ്റജിക് മാനേജേഴ്സൊക്കെ ആയിട്ടിരുന്ന പല ജേർണലിസ്റ്റുകളും പറയുന്നത്. അവിടെ ഇപ്രാവശ്യം വലിയ BJPയുടെ വോട്ട് കട്ടറായിട്ട് ജൻസുരാജിലോട്ട് ആൾക്കാർ അടുക്കുകയാണ്. അതായത് പുതിയ തലമുറയുടെ വാഗ്ദാനം. 12,000 ട്രെയിനുകൾ ഛഠ് പൂജയോടനുബന്ധിച്ച് ബീഹാറിലോട്ട് റൺ ചെയ്തു. ഇവിടെ ജനങ്ങളെല്ലാം വിശ്വസിച്ചു. 12,000 ട്രെയിനുകളെ ആലോചിച്ച് നോക്കുക. ഇന്ത്യയിലെ ടോട്ടൽ ട്രെയിനുകൾ 12,000 എണ്ണം ഉണ്ടോ? ഇതൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അതാണ് ഈ പൊട്ടന്മാരായ ഇന്ത്യക്കാരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. 12,000 ട്രെയിൻ ഒറ്റയടിക്ക് എല്ലാം കൂടെ ബീഹാറിലോട്ട് പോവാ. അത് 12,000 ട്രെയിൻ ഒറ്റയടിക്ക് എല്ലാം കൂടെ ബീഹാറിലോട്ട് പോകാൻ വേണ്ടി പിന്നെ ഏത് പാളത്തെ കൂടെ ഇത് ഓടിക്കുന്നേ? നിങ്ങൾ സിമ്പിള് ലോജിക്കായിട്ട് ആലോചിക്കും. ഇതൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്. അതാണ് പറയുന്ന ആൾക്കാർ ഇത്രമാത്രം ഫൂളാക്കുന്നു. എന്നിട്ട് സൂററ്റില് ഛഠ് പൂജയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കണ്ട ബീഹാറികള് ലോകത്ത്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ എവിടെ ആണെങ്കിലും ഈ ഛഠ് പൂജ സമയത്താണ് അവർ പോകുന്നത്. അതിൻ്റെ കാര്യം, ആ ഒരു സമയത്ത് അവരുടെ എല്ലാ ബന്ധുമിത്രാദികളും ഇന്ത്യയിൽ എവിടൊക്കെയോ ഉണ്ട്. അവരൊരു വെക്കേഷനായിട്ട് ഓണം പോലെ തന്നെയാണ് അവരെല്ലാം ഒത്തുകൂടുന്ന സമയമാണ് ഛഠ് പൂജ. അപ്പം അതിൻ്റെ അകത്ത് മുസ്ലിങ്ങളാണെങ്കിൽ ഈ ഛഠ് പൂജ സമയത്ത് അവരെ പൂജ ചെയ്യാൻ വേണ്ടി പോകുന്ന അല്ല ഇത്. അതൊരു ഫാമിലി ഗെറ്റ് ടുഗദറാണ് ഈ സംഭവം. അതിൻ്റെ പേരിലാണ് ഇത്രയും പേര് ആൾക്കാർ ഒരുമിച്ചു. അതിൻ്റെ സമയത്തെ ഈ ട്രെയിനിൻ്റെ അകത്തെ തള്ളിൻ്റെ കാര്യമാണ് പറയുന്നത്. സൂററ്റിലും അഹമ്മദാബാദിലൊക്കെ കിലോമീറ്ററോളം ക്യൂ ആണ് ട്രെയിനിൻ്റെ അകത്ത് എൻട്രി ചെയ്യാൻ വേണ്ടി, ടിക്കറ്റ് എടുക്കാൻ വേണ്ടി. അതായത് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ, റെയിൽവേ സ്റ്റേഷനിലല്ല, റെയിൽവേ സ്റ്റേഷൻ്റെ പുറകിൽ ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില സോഷ്യൽ മീഡിയ ബൈറ്റ്സ് വരുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും ആൾക്കാരെ കൊണ്ട്? കാരണം ഇവരെല്ലാം പോയിട്ട് ബീഹാറിന് പുറത്തുള്ള ആളുകൾ പോയിട്ട് ജൻസുരാജിന് വോട്ട് ചെയ്യുന്ന പോലെ പേടിച്ചിട്ടാണ്. ഇത്രയും പറച്ചിൽ മാത്രമേ ഉള്ള ആൾക്കാർ പോലും 14 ബീഹാർ കമ്മ്യൂണിറ്റി ആൾക്കാർ പോകും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ BJPക്ക് ഒരു വലിയ സെറ്റ് ബാക്ക് കിട്ടിയാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കീ ഇഷ്യൂ എന്ന് പറയുന്നത് ഉണ്ടാകാൻ പോകുന്നത് അൺഎംപ്ലോയ്മെന്റ്. അത് വലിയ ഇഷ്യൂ ആണ്. ഇപ്പൊ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഇഷ്യൂ അൺഎംപ്ലോയ്മെന്റ് ആണ്. ജോലിയില്ല, ചെറുപ്പക്കാർക്ക് ജോലിയില്ല. ഇതിനെ അഡ്രസ് ചെയ്യാൻ ഈ പറയുന്ന സ്റ്റേറ്റ് ഗവൺമെന്റിനും സെൻട്രൽ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ബീഹാർ എന്ന് പറയുന്ന കംപ്ലീറ്റ് ഒരു അഗ്രികൾച്ചർ സ്റ്റേറ്റ് ആണ്. നേരത്തെ അവിടെ ഇഷ്ടംപോലെ ഫാക്ടറിയും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. അതായത് പബ്ലിക് സെക്ടേഴ്സ് മാത്രമല്ല, പ്രൈവറ്റ് സെക്ടർ, ഒരു പ്രൈവറ്റ് സെക്ടേഴ്സും പ്രധാനപ്പെട്ടത് ബീഹാറിൽ ഫാക്ടറി ഇടാൻ തയ്യാറില്ല. ഇപ്പം ചില ആൾക്കാർ നമ്മളിപ്പോൾ ചോദിക്കും, ഈ ബാംഗ്ലൂർ ആണെങ്കിലും ഹൈദരാബാദ് ആണെങ്കിലും ഡൽഹിയിലെ ടെക് സിറ്റി ആണെങ്കിലും ഗുഡ്ഗാവ് ആണെങ്കിലും പൂനെയിലാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ BJP സംഘ് പരിവാറുകാർ പറയും ഏറ്റവും കൂടുതൽ BJP ഭരിക്കുന്നിടത്ത് അവർക്കാണ് ഏറ്റവും കൂടുതൽ ജോലി. ഈ ടെക്നോളജി ഫീൽഡിൽ ബീഹാറിൽ നിന്നും UP എന്നുള്ളവർക്കും വലിയ ജോലിയൊന്നുമില്ല. കാരണം അവർ ഈ ടെക്നോളജി ഈ പറയുന്ന സൗത്ത് ഇന്ത്യനെ പോലെ സ്മാർട്ടൊന്നുമല്ല. സത്യം, അത് 100% സത്യം. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതലുള്ളവരാരാ? ഈ പറയുന്ന തമിഴ് കമ്മ്യൂണിറ്റി ഉണ്ട്, കന്നഡയുണ്ട്,
ആന്ധ്രായിഡ്സ് ഉണ്ട്, മലയാളികളുണ്ട്. പിന്നീട് വരുന്ന ഈ ഡൽഹി പഞ്ചാബി കമ്മ്യൂണിറ്റി ഉണ്ട്. അതായത് സർദാർമാരല്ല, ഹിന്ദു പഞ്ചാബ്. അതേപോലെ തന്നെ ഈ ഹരിയാനയിലുള്ള കമ്മ്യൂണിറ്റി, യു പി ബീഹാർ കമ്മ്യൂണിറ്റി, അതായത് പ്രത്യേകിച്ച് ബീഹാർ കമ്മ്യൂണിറ്റി ആ ഫീൽഡിൽ വളരെ 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 കുറവ്. ഏറ്റവും കൂടുതൽ ലേബറായിട്ട് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും പോയേക്കുന്ന ബീഹാർ കമ്മ്യൂണിറ്റിയാണ്. മനസ്സിലാക്കുക, ബംഗാളി കമ്മ്യൂണിറ്റി അല്ല. അപ്പം അത്രയും ലേബറായിട്ട് പോയിരിക്കുന്നു. ആ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നും ആ പണം കൊടുത്ത് അയച്ചില്ല എങ്കിൽ അവരുടെ ലീഡുകളിലൊന്നും പട്ടിണിയും പരിവട്ടവുമാണ്. ഇതാണ് യാഥാർത്ഥ്യം. പിന്നെ ഫർദറായിട്ട് ഈ പഠിച്ചു കഴിഞ്ഞാലും ജോലി കിട്ടാത്ത അവസ്ഥ, അത് സർവ്വസാധാരണമാണ്. ഇപ്പം ഡൽഹിയിലാണെങ്കിൽ ഇപ്പോഴാണ് ഈ റിക്ഷ വന്നത്, മുഴുവനും മറ്റേ സൈക്കിൾ റിക്ഷയാണ്. അതേപോലെ റോഡിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് കപ്പലണ്ടിയും ആ സാധനങ്ങളും ചെറിയ വെജിറ്റബിൾസും ഒക്കെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായത് മുഴുവനും ബീഹാറി കമ്മ്യൂണിറ്റി പാവം പിടിച്ചവരാണ്. പക്ഷെ ഒരു കാര്യം പറയാൻ, കഴിഞ്ഞ 10 വർഷം 15 വർഷം ബീഹാറിലെ റോഡുകൾ ഒത്തിരി മാറിയിട്ടുണ്ട്, പട്ന സിറ്റി മാറിയിട്ടുണ്ട്. ഇതൊക്കെ സത്യമാണ്. പക്ഷെ അവരുടെ കീ ഇഷ്യൂ ആയിട്ടുള്ള അവരുടെ എംപ്ലോയ്മെന്റ്, അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി 11 വർഷം ഇന്ത്യ ഭരിച്ച മോദിയാണെങ്കിലും കഴിഞ്ഞ 20 വർഷത്തോളം അവിടെ ഭരിച്ച നിതീഷ് കുമാറിനും JDUവിനും കഴിഞ്ഞില്ല. അപ്പം അതിൻ്റെ ഒരു എഫക്റ്റാണ് ഈ കാണാൻ പോകുന്ന ഇലക്ഷനിൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പം അതിനകത്ത് ഇപ്പം BJP അവരുടെ കൂട്ടരും വല്ലാത്ത രീതിയിൽ തോറ്റു കഴിഞ്ഞാൽ ബീഹാർ അസംബ്ലി ഇലക്ഷനിൽ, ഞാനൊരു കാര്യം കൃത്യമായിട്ട് പറയാം, അത് UP ഇലക്ഷനെ ബാധിക്കും, BJPയെ ബാധിക്കും, സാക്ഷാൽ മോദിയെ ബാധിക്കും. മോദിയുടെ ഫുള്ളായിട്ടുള്ള കൺട്രോളിലുള്ള BJP ആയിരിക്കത്തില്ല ബീഹാർ ഇലക്ഷന് ശേഷം ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്ന BJP. അതായത് ഞാൻ കൃത്യമായിട്ട് പറയാം, ബീഹാറിലുള്ള RSSകാർ മോദിക്കെതിരാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു ഫംഗ്ഷൻ്റെ അകത്ത് RSSകാർ പങ്കെടുക്കാത്തത്. അവിടെ എല്ലാവരും പുറംമോടിയിൽ പറയുന്നത് മാത്രമുള്ള 2024 പാർലമെന്റ് ഇലക്ഷനിലും ഞാൻ ഇതേപോലെ തന്നെ UPയെ സംബന്ധിച്ച് പറഞ്ഞു. അവിടെ BJPക്ക് വേണ്ടി, അവിടുത്തെ കാൻഡിഡേറ്റ്സിന് വേണ്ടി മുന്നോട്ടിറങ്ങുവാൻ RSS തയ്യാറായിട്ടില്ല. അതേ സ്ഥിതി, അതിനേക്കാളും വേസ്റ്റ് കണ്ടീഷനാണ് ബീഹാറിലുള്ള RSSകാർ ഇപ്രാവശ്യം ഇലക്ഷന് വേണ്ടി ഇറങ്ങിയിട്ടില്ല. അവരുടെ എല്ലാം പൂർണ്ണമായിട്ടും സപ്പോർട്ട്, അതായത് ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി ഈ പറയുന്ന പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിക്ക് കൊടുത്തത്. അതാണ് എനിക്കും ഉള്ളിലൊരു ഭയമുള്ളത്. കാരണം BJP അതേപോലെ തോക്കാൻ പാടില്ല, മോദി വീക്കാകാൻ പാടില്ല എന്നുള്ള ഒരു ആവശ്യമുള്ള ഒരാളാണ്. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി ആ രീതിയിൽ വീക്കാകാൻ പാടില്ല. അതായത് BJP 3-ാം സ്ഥാനത്തോട്ട് വന്നു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ പൊസിഷൻ, അതായത് BJPക്കകത്ത് ഏറ്റവും വീക്കായിട്ട് പോകും. അതിനുള്ള പോസിബിൾ ചാൻസ് തള്ളിക്കളയാൻ പറ്റില്ല എന്നുകൂടി ഈ വീഡിയോയിൽ നിങ്ങൾ മനസ്സിലാക്കണം.